ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ ഇതെന്താണെന്നല്ലേ, നമ്മളിന്ന് വന്നിരിക്കുന്ന വെറൈറ്റി ഒരു കപ്പ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഗൈസ്. അപ്പോൾ കക്ക ഇറച്ചിയും കൊണ്ട് എങ്ങനെ കപ്പ ബിരിയാണി ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ, വായോ ഗൈസ്. അപ്പോൾ ഞാൻ ഒരു കിലോ കിഴങ്ങാണ് എടുത്തേക്കുന്നത് കേട്ടോ, ഒരു കിലോ കപ്പ. ആ കപ്പ ഇതുപോലെ നന്നായിട്ട് കട്ട് ചെയ്ത് കഴുകിയതേ നമ്മൾ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. സോ ഇനി നമുക്ക് അടുത്ത സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ഐറ്റം കക്ക ഇറച്ചി കേട്ടോ. ഇത് നമ്മുടെ കുഞ്ഞൻ കക്ക ഇറച്ചിയാണ്. ഇനി നമുക്ക് ഇതിനൊന്ന് നന്നായിട്ട് വൃത്തിയാക്കി കഴുകിയെടുക്കാം. സോ ഗൈസ്, അപ്പോൾ ഇതിലേക്ക് വേണ്ട മസാലാസ് എന്ന് പറയുന്നത്, മസാലയ്ക്ക് റെഡിയാക്കേണ്ട ഐറ്റംസ് എന്ന് പറയുന്നത് സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെയാണ് ഗൈസ് വേണ്ടത്. ഇതേപ്പം വെളുത്തുള്ളി നമ്മുടെ ഒരു വെറൈറ്റി വെളുത്തുള്ളിയാണ്. ഓൾറെഡി നമ്മൾ വെളുത്തുള്ളി പീൽ ചെയ്ത് അതിനെ ഡ്രൈ ആക്കി ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് നാടൻ കറിവേപ്പില. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാല ഒന്ന് അടിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ തിരികെ തേങ്ങയിൽ ഒരു 2 ടീസ്പൂണോളം മല്ലിപ്പൊടി, ഒരു 2 ടീസ്പൂണോളം മുളക് പൊടി, പിന്നെ നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ കുരുമുളക് പൊടി. ഇത് മസ്റ്റാണ് കേട്ടോ. കുരുമുളക് പൊടി ഇട്ട് നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലയും കൂടി ഇട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അതാ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പയൊന്ന് നോക്കിയാലോ. കപ്പ ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇനി നമുക്കിതിനെ ഊറ്റിയെടുക്കാം. ഇനി നമുക്ക് എടുത്ത് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള, ഇതുപോലെ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന സവാള ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഓക്കെ, സവാള പെട്ടെന്ന് വഴറ്റി വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു പൊടിക്കൈ, ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കിതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ഗോൾഡൻ അല്ലെങ്കിൽ ഒരു ബ്രൗൺ ഷെയ്ഡായി വരുന്നവരേക്ക് നമുക്കിതിനൊന്ന് വഴറ്റി കൊടുക്കാം. സോ അപ്പോൾ ഗൈസ്, അപ്പോൾ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. ഇതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇതുപോലെ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചി, പിന്നെ നമ്മൾ ഡ്രൈ ചെയ്ത് വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇട്ട് നമുക്കിതിനെ ഒന്ന് ഒരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതും കൂടെ നമുക്കിതിലോട്ട് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് ഇളക്കി നമുക്കിതിനൊന്ന് വഴറ്റിയെടുക്കാം. സോ ഗൈസ്, അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം പോകുന്ന വരെ നമ്മളിതിനെയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കേണ്ടിയിരിക്കുന്നുണ്ട്. കാരണം ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ആ പച്ചമണം ഒന്ന് പോയി നമ്മുടെ മസാലയ്ക്ക് പറ്റിയ ഒരു പരുവത്തിന് നമുക്കിതിനൊന്ന് വഴറ്റിയെടുക്കാം. സോ ഗൈസ്, അപ്പോൾ ഓൾറെഡി നമ്മുടെ സംഭവം ഇവിടെ ഗോൾഡൻ കളറിലായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് കക്ക ഇറച്ചിയാണ്. കുഞ്ഞൻ കക്ക ഇറച്ചി ആയതുകൊണ്ട് ഒരുപാട് ടൈം എടുത്തു കേട്ടോ വൃത്തിയായിട്ടെടുക്കാനൊക്കെ. സോ ഇങ്ങനൊരു സാധനം ഉണ്ടാവും, സൂക്ഷിക്കുക. കിട്ടുന്നതൊക്കെ മാക്സിമം പറക്കി കളയാൻ നോക്കുക. ഇനി നമുക്ക് നമ്മുടെ കക്ക ഇറച്ചി നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ നമ്മുടെ എല്ലാ കക്ക ഇറച്ചി ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നമ്മളിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. സോ അപ്പം കുഞ്ഞൻ കക്ക ആയതുകൊണ്ട് നല്ലപോലെ വാഷ് ചെയ്തെടുക്കണം, കാരണം മണ്ണിൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് മാക്സിമം ഒരുപാട് വെള്ളത്തിൽ കഴുകി വേണം നമുക്കിതിനൊന്ന് വൃത്തിയാക്കി എടുക്കാൻ. പിന്നെ നമ്മളൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി. സോ ഗൈസ്, അപ്പം ഇതെല്ലാം ഇട്ട് നമുക്കിതിനൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. സോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴറ്റി കൊടുക്കാം. ഇതപ്പോൾ ഇതൊന്ന് വേവട്ടെ. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കപ്പ ഊറ്റിയെടുത്ത് വയ്ക്കാം. സോ നമ്മുടെ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. നല്ലപോലെ എന്ത് പറയുക, എല്ലാവരും പറയില്ല, നല്ല പുട്ട് പോലെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കുറച്ച് നേരം തണുക്കാൻ വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് എണ്ണയുടെ കുറവുണ്ടായിരുന്നു, കുറച്ചുകൂടെ എണ്ണ ഞാനപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ആവശ്യത്തിന് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ഏകദേശം നമ്മുടെ കക്ക ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ ഐറ്റം നമ്മുടെ മസാല, നമ്മൾ അരച്ച് വെച്ചേക്കുന്ന മസാല നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന മസാല ഇതിലോട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാ മസാലയും ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല എല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്യുന്നതിന് മുമ്പേ നമ്മുടെ മെയിൻ ഐറ്റം നമ്മുടെ നാടൻ കറിവേപ്പിലയും കൂടെ നമുക്കിതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിനെ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നല്ല മിക്സാക്കി എടുക്കാം. അപ്പം ഏകദേശം നമ്മുടെ കപ്പ ബിരിയാണിക്കുള്ള കക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ലേശം, അതായത് നമ്മൾ മിക്സി ജാറിലടിച്ച അരപ്പ് ഒന്ന് കഴുകി ഇതിലോട്ട് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരുപാടായി വരുത്, ഒരു ലേശം ഒഴിച്ച് നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. സോ ഗൈസ്, അപ്പോൾ ഏകദേശം നമ്മുടെ കക്ക ഇറച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗരം മസാലയുടെ ചെറിയൊരു കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടോ ആവശ്യത്തിന് നോക്കി ആഡ് ചെയ്തെടുക്കാം. എനിക്കിപ്പോൾ എന്തോ ചെറുതായിട്ടൊരു ഗരം മസാലയുടെ കുറവ് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഫൈനൽ നമ്മുടെ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കക്ക ഇറച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മുടെ കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഇട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അടിക്ക് പിടിക്കാതെ നോക്കണം. സോ ഗൈസ്, ഇപ്പം നമ്മുടെ കക്ക ഇറച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കപ്പ ബിരിയാണി ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാം. സോ ഇത് നന്നായിട്ട് ഇവിടെ വെന്ത് വന്ന കക്ക ഇറച്ചിയിലോട്ട് നമ്മൾ പുഴുങ്ങി വെച്ചേക്കുന്ന കപ്പയെ നമുക്ക് ഇട്ട് കൊടുക്കാം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ പുഴുങ്ങി വെച്ചേക്കുന്ന കപ്പയെ നമുക്ക് ഇതിലോട്ട് തട്ടിക്കൊടുക്കാം കേട്ടോ. ഇതുപോലെ നമ്മളിതിലോട്ട് തട്ടിക്കൊടുത്ത് ഇനി നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സോ ഇത് ഇത്തിരി ഒരു റിസ്ക്കുള്ള കേസാണ്. അപ്പം ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണമെന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ നല്ലപോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എന്നാൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ കപ്പ ബിരിയാണി ഒന്ന് സെറ്റായി കിട്ടുള്ളൂ ഗൈസ്. അപ്പം നമ്മുടെ ഏകദേശം നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതാട്ടോ നമ്മുടെ കപ്പ ബിരിയാണിയുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഗൈസ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതുപോലൊരു പ്ലേറ്റിൽ സെർവ് ചെയ്തിട്ടുണ്ട്. സോ കപ്പ ബിരിയാണിയുടെ മസ്റ്റ് ഐറ്റംസ് ആണ് ഇതുപോലെ സവാള ചോപ്പ് ചെയ്ത് നമ്മളിതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കേണ്ടത്. സോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതെ. അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ, ഗോഡ് ബ്ലെസ് യു.